എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കയറിക്കൂടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ മാനിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കാം, മറ്റുള്ളവർ നിങ്ങളെ മാനിക്കുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിത ശൈലിയിൽ, നിങ്ങളുടെ ശരീരഭാഷയിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള 12 പോയിന്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുവാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. മറ്റുള്ളവരുടെ മനസ്സ് ജയിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യരുത്. മറ്റുള്ളവരെ ഒരു കാരണവശാലും കുറച്ച് കാണരുത്, ഒരു കാരണവശാലും കുറച്ച് പറയരുത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെ അതാണ്. മറ്റുള്ളവരെ കുറച്ച് കണ്ടാൽ, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്താൽ പൊതുവെ അവർ നിങ്ങൾക്ക് എതിരാവും. മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കാണും. പക്ഷെ നിങ്ങളത് പറഞ്ഞു എന്ന് വരില്ല, മനസ്സിനകത്ത് മാത്രം കൊണ്ടു നടക്കും. അപ്രീസിയേഷൻ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അപ്രീസിയേഷൻ ബിഹേവിയറിൽ കാണിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരുടെ എന്ത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്താലും അത് അപ്പോൾ തന്നെ വാക്കുകളിലും ശരീരഭാഷയിലും അവരുടെ മേൽ പ്രയോഗിക്കണം എന്നുള്ളത് ഒരു കാരണവശാലും മറക്കാതിരിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരുമായി സംസാരിക്കുക. അവരുടെ മനസ്സിൽ എന്തുണ്ട് എന്നറിയുക, എന്തെല്ലാമാണ് ഉള്ളത് എന്നറിയുക. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക. മറ്റുള്ളവരിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. ജെന്യൂയിൻലി ഇൻട്രസ്റ്റഡ് എന്നായിരിക്കും. ആത്മാർത്ഥമായി മറ്റുള്ളവരുടെ പ്രവൃത്തികളിലും അവരുടെ കുടുംബകാര്യങ്ങളിലും പേഴ്സണൽ കാര്യങ്ങളിലുമെല്ലാം നിങ്ങൾ താല്പര്യം കാണിക്കണം. ആത്മാർത്ഥമായി താല്പര്യം കാണിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാർത്ഥമായി തന്നെ കാണിക്കണം. ഇന്നലെ ഒരു കാര്യം ചോദിച്ചു, വീട്ടിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് അടുത്ത ദിവസം അദ്ദേഹം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വന്ന് അമ്മയുടെ കാര്യം പറഞ്ഞാൽ, താങ്കൾക്ക് അമ്മയുണ്ടോ, ഞാനിത് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളാവരുത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ താല്പര്യം കാണിക്കണം എന്നർത്ഥം. മറ്റുള്ളവരെ കാണിക്കാനുള്ള ചിരിയാകരുത്. നിങ്ങളുടെ ചിരി ആത്മാർത്ഥമുള്ളതായിരിക്കണം. എല്ലാ ദിവസവും ചിരിക്കണം. നിങ്ങളുടെ കൊളീഗ്സിനെയും നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്നവരെയും മുകളിൽ വർക്ക് ചെയ്യുന്നവരെയും എല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂ അവരുടെ ഇടയിൽ വളരെയധികം വർദ്ധിപ്പിക്കും. ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ വിളിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ സർ വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരിക്കാം. അതും നമുക്ക് കൂട്ടാം, അതിന്റെ കൂടെ ആഡ് ചെയ്യാം. അതും ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതിനും ഒരു സ്വീറ്റ്നെസ് ഉണ്ട് എന്ന് കരുതുന്നവർ നമ്മളുടെ ഇടയിൽ ധാരാളമുണ്ട്. അപ്പോൾ പേരിന്റെ കൂടെ സർ ചേർത്തോ അല്ലെങ്കിൽ സർ മാത്രമായിട്ടോ, പക്ഷെ നിങ്ങളുടെ താഴെയുള്ളവരെ ഹേയ് ഹലോ എന്നൊന്നും വിളിക്കാതെ പേര് ഉച്ചരിച്ച് വിളിക്കുവാൻ നിങ്ങൾ ശീലിക്കുക. ആക്റ്റീവ് ലിസണിംഗ് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. എത്ര നന്നായി നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുവോ അത്രയും കൂടുതൽ അവരുടെ മനസ്സ് ജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പറയുന്നത് കൃത്യമായി മനസ്സിരുത്തി കേൾക്കാൻ ശീലിക്കുക. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം കാണിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് വഴി നിങ്ങൾ ജെന്യൂയിനാണ് എന്നുള്ള ബോധം അവർക്കുണ്ടാവുകയും അവർ നിങ്ങളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ സംസാരിക്കുന്ന ആ മറ്റൊരാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ജനിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹവുമായി സംസാരിക്കണം. ആ വ്യക്തി കാണിക്കുന്ന ഓരോ ചെറിയ ഇംപ്രൂവ്മെന്റും, പുട്ടപ്പ് ചെയ്യുന്ന ഓരോ ചെറിയ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അതിന് തക്കതായിട്ടുള്ള അപ്രീസിയേഷൻ കൊടുക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ വളരെയധികം ഭംഗിയാവും.
ഏത് വ്യക്തിയുമായിട്ടുമുള്ള ആർഗ്യുമെന്റ്സ് പരമാവധി ഒഴിവാക്കുക. കാരണം ആർഗ്യുമെന്റ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആർഗ്യൂ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെയും മാനസികാരോഗ്യം തകരാറിലാവും, അവരുടെയും മാനസികാരോഗ്യം തകരാറിലാവും. അതിനു പുറമെ അവർ ആ ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും, നമ്മളും ആ ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിക്കും. അതുകൊണ്ട് ആർഗ്യുമെന്റ് പരമാവധി ഒഴിവാക്കുക. പരമാവധി എന്നല്ല, ക്ഷമ പഠിച്ചെടുത്ത് ആർഗ്യുമെന്റ് ടോട്ടലി ഒഴിവാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഒപ്പീനിയൻസിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവർ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോളൂ, കുഴപ്പങ്ങളൊന്നുമില്ല, തെറ്റായിക്കോട്ടെ. പക്ഷേ അവരുടെ മുമ്പിൽ ഒരിക്കലും അത് പറയരുത്. നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് തന്നെ അവരുടെ മുമ്പിൽ പറയുക. അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിപഥം ചെറുതായി മാറ്റിയെടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. മറ്റുള്ളവർ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം, സുപ്പീരിയേഴ്സ് ആയിരിക്കാം, നിങ്ങളെക്കാൾ താഴെ ജോലി ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ബേസിക്കലി അവരെല്ലാവരും മനുഷ്യരാണ്. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ഞാനാണ് എന്നുള്ള ബോധമുണ്ട്, അവരുടെ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റസിനെയും ഡിഗ്നിറ്റിയെയും മാനിക്കുന്ന തരത്തിൽ മാത്രം അവരോട് സംസാരിക്കുക. അവരെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും സംസാരിക്കരുത്, പെരുമാറരുത് എന്നർത്ഥം. ഈ 12 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രായോഗികമാക്കിയാൽ മറ്റുള്ളവരുടെ മനസ്സ് വിജയിക്കുന്നതിനും അവർ നിങ്ങളെ മാനിക്കുന്നതിനും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.